കേരളം ഇന്ന് ഒരുപാട് പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്. കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ യുദ്ധം നടന്ന സമയത്തെ ആ പ്രതിസന്ധിയും ധാരാളമുണ്ട്. അതിനോടൊപ്പം കേരളം ഇന്ന് നേരിടുന്ന വലിയ പ്രതിസന്ധികളിലൊന്നാണ് നമ്മുടെ ട്രീ കട്ടർ ആൻഡോ മുതലാളി, അദ്ദേഹത്തിൻ്റെ കോടാലി എടുത്തു കൊടുപ്പുകാരനായ നമ്മുടെ അരുൺകുമാർ സാറും. ഇവർ രണ്ടുപേരും കൂടെ വെട്ടിത്തള്ളുക. അരുൺകുമാർ സാറൊക്കെ ആണെങ്കിൽ പണ്ടൊരു കിളി കരയുന്നത് പോലെ കേട്ടിട്ട് നമ്മുടെ ബിന്ദു മേനോൻ കരഞ്ഞപ്പോൾ ഒരു കിളി പോയിട്ട് ഒരു കോക്രാച്ചി തവള കരയുന്ന ശബ്ദം പോലും കേട്ടില്ല. പിഞ്ചു മനസ്സാ, വെറും പിഞ്ചു മനസ്സ്. അതുപോലെ പിഞ്ചു മനസ്സുള്ള ആളാണ് സാക്ഷാൽ നമ്മുടെ ആൻഡോ മുതലാളി. മുതലാളി തകർക്കുന്നതെന്ന് കണ്ടിട്ട് ബാക്കി പറയാം. എംപിയാണ് രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിന്റെ സഹോദരി ഇപ്പൊ കേരളത്തിലെ എംപിയാണ്. എന്നിട്ട് കേരളത്തിൽ എന്ത് നടപ്പിലാക്കാൻ പറ്റും, എന്ത് നടപ്പിലാക്കാൻ പറ്റില്ല, കേരളത്തിലെ ജീവിത സാഹചര്യമാണ്, കേരള ജനങ്ങൾ എങ്ങനെ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒരു 5 ഗ്യാരണ്ടി അധികമൊന്നും പറഞ്ഞില്ലല്ലോ, ഒരു പഠനപത്രം പുറത്തു നോക്കിയില്ലല്ലോ, ഒരു 5 ഗ്യാരണ്ടി വൃത്തിയായി പറയാൻ കഴിയില്ലല്ലോ. ആ 5 ഗ്യാരണ്ടി വൃത്തിയായി പറയാത്ത ആൾക്കാരെ കയ്യിൽ ഒരു 5 വർഷം ഭരിക്കാൻ സർക്കാർ അധികാരം, കേരളത്തിലെ ജനങ്ങൾ അധികാരം കൊടുക്കുന്നു എന്ന് പറയുന്നത് മനസ്സിലാക്കിയാൽ മതി. ഇത്രയും ഇതിന്റെ പ്രശ്നമുള്ളൂ. ഞാൻ പറയുന്നറിയോ, ഇത് കോൺഗ്രസ് കുറ്റം പറയാന്ന് വിചാരിക്കുക ചെയ്യരുത്. ഇവർ ചെയ്യുന്നത് കൊണ്ടാണ്, ഇവരത് ചെയ്യുന്നത് കൊണ്ടാണ്. ഞാൻ ഇന്ന് പ്രധാനപ്പെട്ട കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർ നിറഞ്ഞിരുന്ന സഭയല്ലേ അത്, അല്ലെ, ഒരു സ്റ്റേജല്ലേ അത്, അതൊന്ന് വൃത്തിയായി പരിഭാഷപ്പെടുത്താൻ പറ്റിയോ? വൃത്തിയായി പരിഭാഷപ്പെടുത്താൻ പറ്റിയോ? അതുപോലും പ്രോപ്പറായി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത് വി.ഡി. സതീശൻ വലിയ യാത്രയാണ് കാസർഗോഡ് തിരുവനന്തപുരം നടത്തിയത്, വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി, വലിയ ബഹളം ഉണ്ടാക്കി, ഒക്കെ ശരിയാണ്. ഞാൻ പറയുന്നത് അവസാനം കൊണ്ട് കലവടക്കുന്ന പരിപാടിയില്ലേ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം വി.ഡി. സതീശൻ എന്ത് പറയുന്നുണ്ടാവും എല്ലാവരോടും, നിങ്ങൾ എല്ലാവരും ഇതൊരു പൊതു സാഹസാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, നമുക്ക് വൃത്തിയായി ഇതിനെ സമാപിക്കണം, എല്ലാവരും പേരെടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും വൃത്തിയായി അടങ്ങിയിരുന്നു കുട്ടികളെ പോലെ. പക്ഷേ അത് ആര് കൊളാക്കി, അതിൽ പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഇതിങ്ങനെ പറഞ്ഞ് കൊളാക്കിയത്. ഞാൻ പറയുന്നത് ഒരു പ്രാവശ്യം അതിന് മുൻപ് അത് വായിച്ചു നോക്കിയിട്ട് അത് പ്രഖ്യാപിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഒരു ധാരായി പറയുന്നേ ലയണൽ മെസ്സിയെ കൊണ്ടുവന്ന് കേരളത്തിൽ ഫുട്ബോൾ കളിപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ച എന്ന് മാത്രമല്ല, ഈ എറണാകുളത്തെ സ്റ്റേഡിയം 1300 കോടി രൂപ മുടക്കി ഒരു ഘട്ടം പണി പൂർത്തിയാക്കുകയും ഇനി വേണ്ടി വന്നാൽ 4600 കോടി രൂപ മുടക്കി ബാക്കി കൂടെ പൂർത്തിയാക്കുമെന്ന് പറയുകയും ലയണൽ മെസ്സിക്ക് മൊത്തം 800 കോടി രൂപ കൊടുക്കുകയും ഇനി ആ 800 കോടി രൂപ കൊടുത്തിട്ട് വന്നില്ലെങ്കിൽ 1300 കോടി രൂപ ഇന്ത്യയിൽ വന്നാൽ പിഴ ഈടാക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ ആൻഡോ മുതലാളിയാണ് കിടന്ന് എന്താ പറയുന്നത്, അലമുറയിട്ട് ഇങ്ങനെ വേളം വെക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയൊക്കെ മാധ്യമപ്രവർത്തകർ വിളിക്കാൻ വലിയ പ്രയാസമുണ്ട്. നിങ്ങളെവിടെങ്കിലും ഈ പൊറോട്ട അടിക്കാൻ പോകുമ്പോൾ ഈ പൊറോട്ട അടിക്കാൻ അറിയാവുന്നവൻ്റെ കൂടെ പോകണ്ടേ? അല്ലെങ്കിൽ ഇറച്ചി വെട്ടാൻ പോകുന്നെങ്കിൽ ഇറച്ചി വെട്ടാൻ അറിയാവുന്നവൻ്റെ കൂടെ പോകണം. കൂടെ പാടാൻ പോകുന്നെങ്കിൽ നിങ്ങൾ നല്ല അന്തസ്സുള്ള ഗായികമാരാണെങ്കിൽ യേശുദാസിൻ്റെയും അതുപോലെ തന്നെ നല്ല ഗായകരുടെ കൂടെ പോകണം. മാധ്യമപ്രവർത്തനത്തിനാണെങ്കിൽ കൊള്ളാവുന്നവരുമായിട്ടിരിക്കണ്ടായോ? ആൻഡോ മുതലാളി ഇതുപോലെ ഒരുപാട് അലറി വിളിച്ചതാ. എവിടാണെന്നറിയാവോ? നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്. പിന്നെ അതൊക്കെ പ്രവചനങ്ങൾ തെറ്റിയതാന്ന് പറയാം. പക്ഷേ മുതലാളി തന്നെ കൊണ്ടുവന്ന ഈ മെസ്സിയുടെ അവസ്ഥ എന്താ? അബ്ദുറഹ്മാനെ അടക്കം, അബ്ദുറഹ്മാനൊക്കെ ഒരുമാതിരി ഒതുങ്ങി ജീവിച്ചങ്ങ് പോയ ആളാ, വലിയ ബഹളോ ഒച്ചപ്പാടും ഒന്നും ഇല്ലാതെ. പുള്ളിയെല്ലാം കൂടെ പോയി പിരികേറ്റി ഇപ്പം മെസ്സി വരുമെന്നും പറഞ്ഞ് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി അവസാനം മെസ്സി വന്നില്ല. മെസ്സിക്ക് കുളിക്കാനുള്ള വെള്ളം വീഴുന്നത് കണ്ടു മഴ പെയ്തപ്പം. ഈ നാടകമൊക്കെ നടത്തിയ ആളാണ് ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധിക്ക് 5-6 നല്ല ഗ്യാരണ്ടി പ്രഖ്യാപിച്ചുകൂടെ, പിന്നെ സമദാനിക്ക് നല്ലതുപോലെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നത് ആരാ? മരമുറി കേസിൽ പ്രതിയായി ആ പ്രതിയുടെ വണ്ടിയിലിരുന്ന് അലറി വിളിച്ച ആളാണ് ഇന്ന് ഈ പണി നടത്തുന്നത്. എന്തൊരു ദുരന്തമാണെന്ന് നോക്കിയേ. സത്യത്തിൽ നിങ്ങൾ ഈ രാഷ്ട്രീയവും ബാക്കി പുള്ളി പറയുന്ന കാര്യമെല്ലാം അങ്ങ് വിട്ടിട്ട് ഈ പുള്ളിയിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. കേരളം ഇന്ന് അനുഭവിക്കുന്ന എന്തൊരു മഹാദുരന്തവും അശ്ലീലവുമാണ് ഈ മാധ്യമപ്രവർത്തകൻ എന്ന പേരിൽ പുള്ളി വന്നിരുന്ന് ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു അല്പം ഉളിപ്പ് വേണ്ടേ? പുള്ളിക്കില്ലെങ്കിലും കൂടിരിക്കുന്നവർക്കെങ്കിലും വേണ്ടേ? നിങ്ങൾ ഇരിക്കുന്നതിന് മുമ്പ് പുള്ളിയോട് ചോദിക്കണ്ടേ ഇന്ന് എന്തുവാ പറയാൻ പോകുന്നത്? അങ്ങനെ ഇതാണ് പറയാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ പറയണ്ടേ, ഞങ്ങൾക്ക് കാലിനൊരു വേദന, ഇന്ന് ഇരിക്കുന്നില്ലെന്ന് പറയണ്ടേ? പുള്ളി അരുൺകുമാർ സാറോട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കത്തിക്കൂലേ? കഷ്ടമാണ് മാധു, കഷ്ടം.